എല്ലാ പാർട്ടികളുടെയും മുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ചില വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ട്വിസ്റ്റായി വന്നിരിക്കുന്നത്. ഇന്ന് 4:30 മണിക്ക് തൊടുപുഴയിൽ PJ ജോസഫ് സാർ അടക്കമുള്ള ആളുകൾ മത്സരിക്കുമോ, അല്ലെങ്കിൽ 8 സീറ്റിൽ ആരാണ് മത്സരിക്കുക? 10 സീറ്റാണ് കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അതിൽ ഇടുക്കിയും ഏറ്റുമാനൂരും കോൺഗ്രസിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിൽ സതീശൻ ഫാക്ടർ വീണ്ടും നന്നായി സതീശൻ ചർച്ച ചെയ്ത് ആ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. PJ ജോസഫും VD സതീശനുമായി ആലുവ ഗസ്റ്റ് ഹൗസിലും അല്ലാതെ തുടർന്നൊക്കെ വലിയ ചർച്ചകൾ നടന്ന് 8 സീറ്റിലാണ് കേരള കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന മണ്ഡലം വളരെ മുമ്പേ കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു ഡിജിറ്റൽ ചാനലോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലോ തലമുറ മാറ്റം ഉണ്ടാകുമെന്ന് നിർബന്ധമായി പറഞ്ഞ മണ്ഡലമാണ് തൊടുപുഴ. അബു ജോൺ ജോസഫ് എന്ന് പറയുന്ന PJ ജോസഫിൻ്റെ മകൻ കൃത്യമായി അവിടെ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ മത്സരം കേരള രാഷ്ട്രീയത്തിൽ ഒരു കൗതുകമാണ്. കാരണമെന്നാൽ കഴിഞ്ഞ 10 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 50 വർഷക്കാലമായി ഒരുപക്ഷെ KR ഗൗരിയമ്മ, അതുപോലെ തന്നെ KM മാണി, ഇനിയിപ്പോൾ PJ ജോസഫ് സാർ കൂടി ഒഴിവായാൽ, KM മാണിയും KR ഗൗരിയമ്മയും അന്തരിച്ചുപോയി, PJ ജോസഫ് സാറ് ജീവിച്ചിരിപ്പുണ്ട്. സാർ ഒഴിവായാൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ 10 പ്രാവശ്യം തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് ജയിച്ച ഇനി പിണറായി വിജയനെ പോലുള്ള 2-3 പേരാണ് ഈ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ബാക്കി പഴയ തലമുറ അവസാനിക്കുന്നു, ഒരു തലമുറയുടെ മാറ്റമുണ്ടാകുന്നു. കഴിഞ്ഞ 10 പ്രാവശ്യം അവിടെ മത്സരിച്ചു. 10 പ്രാവശ്യം MLA ആയിരുന്നു. അതിൽ 2 പ്രാവശ്യം 2001-ലും 2016-ലും അവിടെ PT തോമസ് ആണ് ജയിച്ചത്. PT തോമസ് അന്തരിച്ചു. അവിടെ നിന്നാണ് അദ്ദേഹം നേരെ ഇടുക്കിയിലേക്ക് പോയത്. ഇടുക്കിയിൽ കസ്തൂരി മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം ഉടക്കി പിന്നെ തൃക്കാക്കരയിൽ പോയി. തൃക്കാക്കര ജയിച്ചു. തൃക്കാക്കരയിൽ അവിടെ വെച്ചാണ് മരിക്കുന്നത്. അവരുടെ ഭാര്യ ഉമാ തോമസ് ആണ് ഇപ്പോൾ തൃക്കാക്കരയിലെ MLA. അവിടെ തൊടുപുഴ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. തൊടുപുഴ, കരിമണ്ണൂർ, മുട്ടം, കാളിയാർ, വണ്ണപ്പുറമൊക്കെ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഒരു മലയോര പഞ്ചായത്തുകളാണ്. മലയോര നിയോജക മണ്ഡലമാണ്. റബ്ബർ കർഷകരും അതുപോലെ തന്നെ കൊക്കോയും തുടങ്ങിയ വിളകളാണ്. ധാരാളം സ്ഥാപനങ്ങളുമൊക്കെ ഉണ്ട്. തൊടുപുഴ ഒരു വലിയ വ്യാപാര നഗരമായി തിരുവനന്തപുരം, കോട്ടയം, പാല എല്ലാം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ മൂവാറ്റുപുഴ, തൊടുപുഴ എന്നൊക്കെ പറയുന്നതനുസരിച്ച് തൊടുപുഴ വളരെ വലിയ ഒരു നഗരമാക്കി, ഒരു ഗ്രാമാവസ്ഥയിൽ നിന്ന് നഗരത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ PJ ജോസഫിന് വലിയ പങ്കുണ്ട്. അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോൺ ജോസഫാണ് അവിടെ മത്സരിക്കുന്നത്, തൊടുപുഴയിൽ മത്സരിക്കുന്നത്. ഇത് ഇന്ന് 4:30 മണിക്ക് പ്രഖ്യാപിക്കും. എന്തായാലും തന്നെയാണ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, ഫീൽഡ് റിയാലിറ്റീസ് നമ്മൾ മത്സരിക്കുമ്പോൾ ജോസഫ് സാറ് ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. അബു ജോൺ ജോസഫ് തന്നെയായിരിക്കും. ഇനിയൊരു കൗതുകമുണ്ട്. അതായത് അപ്പുറത്ത് കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നത് നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഒരു വനിതയാണ്, നിമ്മി. അവർ മത്സരിക്കുമ്പോൾ അവിടെ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി മത്സരിക്കുന്നത് നിലവിൽ അവിടുത്തെ MLA ആയിട്ടുള്ള മോൻസ് ജോസഫാണ് കടുത്തുരുത്തിയിൽ. അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാനോ മറ്റാണ് കേരള ജോസഫ് ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. PJ ജോസഫ് സാർ കഴിഞ്ഞാൽ പ്രധാന നേതാവാണ്. ഇനിയുള്ളൊരു കൗതുകം UDF ആണ് വരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണിക്കുന്നത്. അങ്ങനെ UDF വന്നാൽ മോൻസ് ജോസഫും ജയിക്കും, അബു ജോൺ ജോസഫും ജയിച്ചാൽ ആരായിരിക്കും മന്ത്രി എന്നുള്ളത് നല്ല കൗതുകമായിരിക്കും. സീനിയാരിറ്റി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കടുത്തുരുത്തിയിലെ മോൻസ് ജോസഫിന് കൊടുക്കും. അല്ല മറ്റെന്തെങ്കിലും ഒരു പുതുമുഖത്തിന് കൊടുക്കണം എന്നുള്ള കുറച്ചുകൂടി ചെറുപ്പമായിട്ടുള്ള പുതുമുഖത്തിന് കൊടുക്കണം എന്നൊരു കാഴ്ചപ്പാട് വരികയാണെങ്കിൽ അബു ജോൺ ജോസഫ് ആയിരിക്കും മന്ത്രി. എന്തായാലും അബു ജോൺ ജോസഫ് ദീർഘകാലമായി കേരള കോൺഗ്രസ് നൂലിൽ കെട്ടിയിറക്കിയെന്ന് പറയാനൊന്നും കഴിയത്തില്ല. കാരണം അദ്ദേഹം കുറേയധികം വർഷങ്ങളായി ഇതിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയം അദ്ദേഹത്തിന് നന്നായി വഴങ്ങുന്നതാണ്. അദ്ദേഹം സംഘാടകനാണ്, കൃഷി ചെയ്യുന്ന ആളാണ്. ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എഞ്ചിനീയറിങ്ങോ മറ്റോ പാസ്സായിട്ടുള്ള ആളാണ്. വിദേശത്തായിരുന്നു കുറച്ചു കാലം. അവിടെ നിന്ന് ജോലിയെല്ലാം കളഞ്ഞിട്ട് വന്ന് നാട്ടിനെ സേവിക്കുക, സാമൂഹ്യ പ്രവർത്തനം നടത്തുക, കൃഷിയിലൊക്കെ ഇടപെടുക എന്നുള്ള രീതിയിൽ നാട്ടിലെത്തിയതാണ്. വളരെ വലിയൊരു സംഘാടകനാണ്. പിന്നെ കാര്യങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളാണ്. എന്തായാലും തൊടുപുഴയിലെ പുതിയ തലമുറ ആരംഭിക്കുന്നു. ഇനി ഇത് എത്ര കാലം? കാരണം അത് പുതിയ ആളാണല്ലോ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. 28 വയസ്സിലോ മറ്റാണ്, 27-28 വയസ്സിലാണ്
ജോസഫ് സാറ് അവിടെ ആദ്യമായി മത്സരിക്കാൻ തുടങ്ങിയത്. 50 വർഷത്തിലേറെയായി ഒരു മണ്ഡലത്തിലെ ജനങ്ങൾ, അതിൽ 2 പ്രാവശ്യം ഒഴിച്ചാൽ നിരന്തരം തുടർച്ചയായി ഒരാളിനെ തന്നെ, ജോസഫ് സാറുണ്ടോ അവിടെ ജയിച്ചിരിക്കും, മാണി സാറുണ്ടോ പാലായുടെ മാണിക്യം ജയിച്ചിരിക്കും, അങ്ങനെ ഓരോരുത്തരുടെ ഉണ്ട്. ബാലകൃഷ്ണപിള്ളയുണ്ടോ കൊട്ടാരക്കരയിൽ ജയിച്ചിരിക്കും. പിന്നെ ഐഷാ പോറ്റിയോടൊപ്പം തോറ്റു പിന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ. പക്ഷേ ഇത് കേരളത്തിൽ പറയുന്ന കരുണാകരനുണ്ടോ, മാളയുടെ മാണിക്യം കരുണാകരൻ എന്ന് പറയുന്ന വലിയൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള ഒരാളാണ് അവിടെ മത്സരിക്കുന്നത്. അതത്ര പ്രശസ്തനല്ല മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബു ജോൺ ജോസഫ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയാണ് തൊടുപുഴയിൽ കാണുന്നത്. അബു ജയിച്ചാൽ, ജോൺ ജോസഫ് ജയിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ മന്ത്രിയാകുമോ അതോ ഇനി ചീഫ് വിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പൊസിഷനിൽ എത്തുമോ എന്നുള്ളതും വളരെ പ്രധാനമാണ്. മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അവിടുത്തെ കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ശക്തയായ വനിതയാണ്. വനിത എന്നുള്ള നിലയിൽ വളരെ ശക്തയാണ് നിമിയാണ് അവിടെ മത്സരിക്കുന്നത്. കടുത്തുരുത്തിയിൽ അവർ അവിടെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും മോൻസിനോടൊപ്പം കുറച്ച് കടുക്കും. കാര്യം മോൻസ് അവിടെ വളരെ ജനപ്രിയനായിട്ടുള്ള MLA ആണ് മോൻസ് ജോസഫ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിക്കാനാണ് എല്ലാ സാധ്യതയും. ഇന്നലെ അവിടെ നിന്നുള്ളൊരു പ്രൊഫസർ DAയുമായി ബന്ധപ്പെടുത്തി എന്നോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, മോൻസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഞങ്ങളുടെ സ്വന്തമാണ്. ഞാൻ യഥാർത്ഥത്തിൽ ആ പാർട്ടിക്കാരനൊന്നുമല്ല, ഞാൻ സ്വതന്ത്രമായ ഒരു പ്രൊഫസറാണ്. പക്ഷേ എങ്കിലും മോൻസ് ജയിക്കും. കാരണം മോൻസ് അത്രമാത്രം ജനപ്രിയനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ, അപ്പോൾ അതുപോലെ തന്നെ 8 സ്ഥലങ്ങളിലാണ് മത്സരിക്കുന്നത്. ഏറ്റുമാനൂർ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഏറ്റുമാനൂർ വാസവൻ്റെ കൂടെ മത്സരിക്കുന്നത് മിക്കവാറും കോൺഗ്രസിലെ ജോസഫ് വാഴയ്ക്കനായിരിക്കും മത്സരിക്കാൻ സാധ്യതയുള്ളത്. അദ്ദേഹം നേരത്തെ MLA ആയിരുന്നു, മൂവാറ്റുപുഴയിൽ നിന്ന് MLA ആയിരുന്നു. വളരെ സീനിയർ നേതാവാണ്. പ്രായം കൊണ്ടല്ല, പ്രായം ഭയങ്കര സീനിയർ അല്ല, പക്ഷേ സംഘാടനം കൊണ്ടും പിന്നെ പ്രവർത്തന പരിചയം കൊണ്ടുമൊക്കെ ജോസഫ് വാഴയ്ക്കൻ വളരെ നല്ല ഒരു നേതാവാണ്. നല്ല ഭാഷിയാണ്. വളരെ നല്ല നേതാവാണ് ജോസഫ് വാഴയ്ക്കൻ. ഇനി ജോസഫ് വാഴയ്ക്കനായിരിക്കാൻ സാധ്യത എല്ലാം ഉണ്ട് ഏറ്റുമാനൂരിൽ വാസവനെ നേരിടാൻ. അങ്ങനെ എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ 8 സ്ഥാനാർത്ഥികളെയും ഇന്ന് 4:30 മണിക്ക് കോട്ടയത്ത് പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. ആ പ്രഖ്യാപനത്തിൽ എല്ലാവർക്കും കൗതുകം നൽകുന്നൊരു സ്ഥാനാർത്ഥിയായിരിക്കും അബു ജോൺ ജോസഫ്. എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ ഒരു തലമുറ മാറുന്നു. PJ ജോസഫ് സാർ കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മാറുമ്പോൾ ഒരു വലിയ തലമുറ മരിച്ചുപോയവരെ കൊണ്ടും ഇനി സീനിയറായി നിൽക്കുന്നവർ മാറുന്നത് കൊണ്ടും വലിയൊരു തലമുറ തന്നെ മാറുന്നു. VD സതീശനെ പോലുള്ള 2ാം തലമുറയിൽപ്പെട്ടവർ മുഖ്യമന്ത്രിയാകാനും ആളുകളാകാനൊക്കെ വരുമ്പോൾ ഇനി ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസും എടുത്താൽ സീനിയറായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ 2ാം തലമുറ കേരളത്തിൽ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു.